നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു മാസം മുമ്പ് അച്ഛൻ കൊലപ്പെടുത്തിയ ഗോപികയുടെ ഉന്നത വിജയത്തിൽ ആഹ്ലാദം പങ്കിടാൻ ആരുമില്ല. SSLC ഫലം വന്നപ്പോൾ ഗോപികയ്ക്ക് 9 A+ഉം ഒരു വിഷയത്തിൽ Aയുമാണ് ലഭിച്ചത്. പരീക്ഷ എഴുതിയ അടുത്ത ദിവസമാണ് ഗോപികയെയും അനിയത്തി ജ്യോതികയെയും വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ സുമേഷ് തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിച്ചത്. 720 പേർ പരീക്ഷ എഴുതിയ പയ്യോളി TS GVHS സ്കൂളിലെ ഫലം വന്നപ്പോൾ എല്ലാവരും അന്വേഷിച്ചത് ഗോപികയുടെ റിസൾട്ടായിരുന്നു. ഗോപികയുടെ വിജയം പ്രതീക്ഷിച്ചതാണ്. എങ്കിലും ആ വിജയം അധ്യാപകർക്കും സഹപാഠികൾക്കും നാട്ടുകാർക്കുമെല്ലാം വേദനാജനകമായ അനുഭവമായി. പഠനത്തിലും പഠനേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തിയ ഗോപിക സ്കൂളിലെ മിടുക്കിയായ വിദ്യാർത്ഥിയായിരുന്നു. ഒരു പാട്ട് പാടുമോ എന്ന് ചോദിക്കേണ്ട താമസമേ ഉണ്ടാകൂ. മടിയേതുമില്ലാതെ ഒഴുകിയെത്തുമായിരുന്നു ഗോപികയുടെ ഗാനം. സംഘഗാനത്തിൽ സംസ്ഥാന കലോത്സവത്തിൽ ഗോപിക നയിച്ച ടീം A ഗ്രേഡ് നേടിയിരുന്നു. പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലം ആഘോഷിക്കാൻ ഒരുങ്ങവെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. ഗോപികയുടെ അമ്മ സ്വപ്ന 3 വർഷം മുമ്പ് കോവിഡ് ബാധിച്ചാണ് മരിച്ചത്. മാർച്ച് 28 വ്യാഴാഴ്ച രാവിലെ 8:15 തിരുവനന്തപുരത്തേക്ക് പോയ പരശുറാം എക്സ്പ്രസ് തട്ടി ഒരാൾ മരിച്ചെന്ന വിവരമാണ് നാട്ടുകാർ ആദ്യം അറിയുന്നത്. സ്ഥലത്തെത്തിയവർ മരിച്ചത് സുമേഷാണെന്ന് തിരിച്ചറിഞ്ഞു. സംഭവം അറിഞ്ഞ് സുമേഷിൻ്റെ വീട്ടിലെത്തിയവർ പുറമേ നിന്ന് ഫാൻ കറങ്ങുന്നത് കണ്ടെങ്കിലും കുട്ടികളെ വിളിച്ചപ്പോൾ മറുപടി ഉണ്ടായില്ല. വാതിൽ പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. സ്ഥലത്തെത്തിയ സുമേഷിൻ്റെ സഹോദരൻ സുഭാഷ് വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് മുറിക്കകത്തെ കട്ടിലിൽ ഇരുവരെയും പുതപ്പിച്ചു കിടത്തിയത് കണ്ടത്. കുട്ടികളുടെ മൂക്കിൽ പഞ്ഞിയും വെച്ചിരുന്നു. പഞ്ഞിയിൽ രക്തം നിറഞ്ഞിരുന്നു. സ്വപ്നയുടെ ഫോട്ടോയും കട്ടിലിൽ കുട്ടികൾക്കരികിലുണ്ടായിരുന്നു. സമീപം ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ: കുട്ടികളുടെ ഉള്ളിൽ വിഷം ചെന്നതായിരിക്കാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുട്ടികളുടെ ശബ്ദമൊന്നും പുറത്തു വരാത്തതിനാൽ ആദ്യം ചിലപ്പോൾ മയങ്ങിപ്പോകുന്ന എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. മരണം ഉറപ്പുവരുത്താനായി കഴുത്തിൽ എന്തോ ഉപയോഗിച്ച് മുറുക്കിയതിൻ്റെ പാടുണ്ട്. മുറികളിലൊന്നും തന്നെ അസാധാരണമായി ഒന്നുമില്ല. എന്നാൽ നിലത്ത് തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ ലക്ഷണമുണ്ട്. മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നു എന്നുമാണ് കുറിപ്പിലെ ഉള്ളടക്കം.